ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കിയാലോ. മുളക് പൊടിയൊന്നും ചേർക്കാതെ കുരുമുളക് വെച്ച് മാത്രം നമുക്ക് കിടലായിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കാം. അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്തെടുക്കുന്നത് സവാളയാണ്. ഒരു 2 സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്തെടുക്കുന്നത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതും കൂടി ചേർത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമ്മളൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പേസ്റ്റ് പോലെ ഒന്നും ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളിയുടെയൊക്കെ ഒരു നിറം ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം നന്നായിട്ട് പൊടിച്ചെടുത്തില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ മസാലകളൊന്നും ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ആക്കുന്നില്ല. ഒരു തിക്ക് ഗ്രേവിയിലാണ് നമ്മൾ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഇപ്പോഴും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഉള്ളി. അപ്പോൾ ഇതാ ഒരു 3-4 വിസിൽ കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടക്കറി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.